കുറച്ച് സംസാരിക്കുക. സൈലൻസ് ശക്തമാണ്. നിങ്ങൾ ഈ സർക്കസിലൊക്കെ കാണുന്ന കോമാളികളെ പോലെ എപ്പോഴും സംസാരിക്കാതിരിക്കുക. നിശബ്ദത വളരെ ശക്തമാണ്. ഒരു സൈലൻ്റായ ആൾ വളരെ അപകടകാരിയാണ്. നമ്മൾ എപ്പോഴും സംസാരിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ അവർക്ക് ഊഹിക്കാൻ കഴിയില്ല എന്താണ് നമ്മുടെ മനസ്സിലെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു സൈലൻസ് എപ്പോഴും കീപ്പ് ചെയ്യുക. അതുപോലെ നമ്മൾ നമ്മൾ നിറവേറ്റാൻ പോകുന്ന കാര്യങ്ങളെ പറയാവൂ. അതല്ലാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി കാണിക്കുക, വാക്ക് പാലിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പറയാവൂ. അതുപോലെ തന്നെ നമ്മളൊരു നിഗൂഢത നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും അവർ ഭയപ്പെടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയരുത്. അവർക്ക് ഊഹിക്കാൻ പോലും കഴിയരുത് നമ്മുടെ ഉള്ളിൽ എന്താണ്. നമ്മളൊരു സസ്പെൻസ് കീപ്പ് ചെയ്യുക. ആ സസ്പെൻസ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പോൾ ആ മറ്റുള്ളവർക്കൊരു അവർക്ക് ഊഹിക്കാൻ കഴിയില്ല. അവരുടെ ചിന്തകളെ നമ്മളുടെ വിരൽത്തുമ്പിൽ ആക്കാൻ നമ്മൾക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് വേണ്ടത്. ഒരുമിച്ച് നമ്മളിപ്പോൾ ലെവൽ 1 നിന്ന് നമുക്ക് ഒറ്റയടിക്ക് ലെവൽ 10 എത്താൻ കഴിയില്ല. അപ്പം നമ്മൾ ലെവൽ 1 കഴിഞ്ഞാൽ ലെവൽ 2, ലെവൽ 3 ആ ഒരു ലെവലിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക, ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ എക്സസൈസൊക്കെ ആണെങ്കിൽ നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുക, വ്യായാമം ചെയ്യാനാണ് നടക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഒരു 2 കിലോമീറ്റർ ഒന്നും ഒരുമിച്ച് നടക്കാൻ കഴിയില്ലല്ലോ ഒരു ദിവസം തന്നെ. നമ്മൾ ചെറിയ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. അതായത് ഒരു ദിവസം 10 അടി നടക്കുകയാണെങ്കിൽ പിറ്റത്തെ ദിവസം 11, അങ്ങനെ കൂട്ടി വരണം. ഓരോ ദിവസവും 1% വെച്ചിട്ടെങ്കിലും കൂട്ടി വരിക. ഒരുമിച്ച് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ വായിക്കുകയാണെങ്കിലൊക്കെ തന്നെ നമ്മൾക്ക് ഒരുമിച്ച് ഒരു പുസ്തകം ഒറ്റ ദിവസം കൊണ്ട് ഒരു പുസ്തകം വായിച്ചു തീർക്കാനൊന്നും കഴിയില്ലല്ലോ. നമ്മൾ ഒരു ദിവസം ഒരു പേജ് വായിക്കുക, പിന്നീട് ആ പേജുകളുടെ എണ്ണം കൂട്ടി നമ്മളത് ശീലമാക്കുക. അതായത് അവരുടെ ഡെയിലി എല്ലാ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ തന്നെ ഒരു ശീലങ്ങൾ കൊണ്ടുവരിക. നമുക്ക് അതിൻ്റെ ഒരു അടുക്കും ചിട്ടയൊക്കെ നമ്മളിൽ കൊണ്ടുവന്ന് നമ്മളൊരു അച്ചടക്കത്തോടെ അടുക്കും ചിട്ടയോടൊക്കെയാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈല് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ വാക്ക് പാലിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളുടെ സൈലൻസ് നമുക്കതൊരു പവറാണ്. നമ്മൾ എന്തെങ്കിലും എപ്പോഴും സംസാരിക്കുന്ന ഒരാളെ ആരും അങ്ങനെ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ എപ്പോഴും കുറച്ച് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ ആ സംസാരം ആളുകൾ ശ്രദ്ധിക്കും. നമ്മൾ വാക്ക് പാലിക്കുന്ന ആൾ അല്ലെങ്കിൽ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ആളുകൾ നമ്മളെ ബഹുമാനിക്കും. നമ്മൾക്കൊരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നിറവേറ്റുന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ശക്തിയാണ്. അത് മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു വിശ്വാസവും അവർക്ക് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനുമുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാവും. അത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ആളായി നമ്മളൊരു ഡേഞ്ചറസ് പേഴ്സണായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യാം, മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും, നമ്മളെ ഫോളോ ചെയ്യാനും അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ കീപ്പ് ഗോയിങ്.